കോഴിക്കോട് തൂണേരിയിൽ RMB പ്രവർത്തകന്റെ കിണറ്റിൽ മനുഷ്യവിസർജ്യം തള്ളി. തുമ്പോളി പൊയിൽ മനോജിന്റെ വീട്ടിലെ കിണറ്റിലാണ് വിസർജ്യം തള്ളിയത്. മനോജ് തെരഞ്ഞെടുപ്പ് സമയത്ത് UDF-ന് വേണ്ടി പ്രവർത്തിച്ചിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിലാകണമെന്നാണ് നിഗമനം. മനോജ് നാദാപുരം പോലീസിൽ പരാതി നൽകി. വിവരങ്ങളുമായി സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട്. സമീർ, നേരത്തെ പറഞ്ഞതുപോലെ വളരെ വിചിത്രമായ ഒരു പ്രതികാര നടപടിയാണ്. ഇതിന് പിന്നിൽ ആരാണെന്ന് പോലീസിന് എന്തെങ്കിലും സൂചന ലഭിച്ചോ? തീർച്ചയായും വളരെയേറെ വിചിത്രമായ ഒരു പ്രതികാര നിലപാടാണ് ഉണ്ടായിരിക്കുന്നത്. തൂണേരിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. RMB പ്രവർത്തകനായിട്ടുള്ള മനോജിന്റെ വീട്ടിലെ കിണറ്റിലാണ് മനുഷ്യവിസർജ്യം തള്ളിയിരിക്കുന്നത്. ഇന്ന് വീട്ടുകാർ പകൽ സമയത്താണ് ഇത് തിരിച്ചറിഞ്ഞത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തുകയും അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടിയിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. മനോജ് നാദാപുരം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ സജീവമായിക്കൊണ്ട് UDF-ന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് മനോജ്. RMB പ്രവർത്തകനായ അദ്ദേഹം LDF-ന്റെ ഭാഗത്തുനിന്ന് ചില എതിർപ്പുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും വകവെക്കാതെ സജീവ പ്രവർത്തകനായിട്ട് തന്നെയായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. അതിനിടയിലാണ് ഇത്തരം സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ UDF ആരോപിക്കുന്നത് ഇത് LDF പ്രവർത്തകരാണ് ചെയ്തത് എന്നാണ്. എന്നാൽ ആരാണ് എന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നാദാപുരം പോലീസിന്റെ അന്വേഷണം തുടരുന്നത്. ശരി, സമീർ സി മുഹമ്മദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി.